ഞാൻ അനിഷ ഫുഡീസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി. ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉന്നക്കായയാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു മലബാർ സൈഡ് സ്നാക്കാണ്, ഒരു 4 മണി പലഹാരമാണ്. നല്ല ഡെലീഷ്യസ് ആയിട്ടൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഉന്നക്കായ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഏത്തപ്പഴം വേണം. ഞാനിവിടെ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴത്തിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ നേന്ത്രപ്പഴം എന്ന് പറയും. പിന്നെ ഞാനിവിടെ മുട്ടയും തേങ്ങയും പഞ്ചസാരയും അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കയുടെ പൊടി കുറച്ച് ഉപ്പ് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കൈ ഒന്ന് നനയ്ക്കാൻ വേണ്ടി നെയ്യും യൂസ് ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഏത്തപ്പഴത്തിനെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ റൈസ് കുക്കറിലാണ് വേവിക്കുന്നത്. റൈസ് കുക്കറിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അധികം വെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടി, പഴത്തിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ച് ഞാനിതിനെ വേവിച്ചെടുക്കുവാണ്. പഴം ഇത് അധികം പഴുക്കാത്ത പഴമാണ് നല്ലത്. എന്നുവെച്ചാൽ നമുക്ക് ഉടച്ചെടുത്ത് നമുക്കിതിനെ ഒരു ഡോ പോലെ ആക്കിയെടുക്കാനുള്ളതാണ്. കുറച്ച് ചപ്പാത്തിയുടെ പോലത്തെ ടൈറ്റായിട്ടല്ലെങ്കിലും ഒരു ഡോ ആക്കിയെടുക്കണം നമുക്കിതിനെ. ഇനി നമുക്ക് ഈ പഴത്തിനെ ഒന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട്. ചൂടോടെ തന്നെ നമുക്ക് ഉടച്ചെടുക്കാം, അതാണ് നല്ലത്. തൊലി കളഞ്ഞിട്ട് നമുക്കിതിനെ വേഗം ഇനിയൊന്ന് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു ഗ്ലാസ് കൊണ്ടാണ് ഞാനിതിനെ ഉടച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ്, കുറച്ച് ചൂടുള്ളതുകൊണ്ട് ഗ്ലാസ് എടുത്തേ ഉള്ളൂ. ഇതിന് നടുവിലുള്ള ബ്ലാക്ക് സാധനം ഞാൻ കളയുന്നില്ല. നാരൊന്നും പുറത്തെ നാര് കുറച്ചൊന്ന് കളഞ്ഞിട്ടുണ്ട്. ബാക്കി അതുപോലെ തന്നെ ഞാനിതിങ്ങനെ മാഷ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് ഉടച്ചെടുക്കണമെന്നുള്ളത്, കളയണം നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ചു. ഇനി ഈ മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഒരു നുള്ളു ഉപ്പും പിന്നെ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. പഞ്ചസാര ഒന്ന് അലിയിക്കാൻ വേണ്ടി കുറച്ച് നേരം ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അലിയിച്ച് കിട്ടും അത്. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നെയ്യ് തന്നെ വേണമെന്നില്ല, വെളിച്ചെണ്ണ ആയാലും മതി, എന്തെങ്കിലും ഒരു ഓയിൽ വേണമെന്നുള്ളൂ. പക്ഷേ നെയ്യ് ഇട്ട് കഴിയുമ്പോൾ ഒരു ഫ്ലേവർ കിട്ടും നമുക്ക്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം അതേ മുന്തിരിയൊക്കെ ഒന്ന് ബബിളായി വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക്. ഇനി ഒന്ന് തേങ്ങയും കൂടെ നെയ്യിൽ നമുക്കൊന്ന് വറക്കൊന്നും വേണ്ട, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതൊന്ന് തേങ്ങ കുറച്ചൊന്ന് സോഫ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉടച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ച പഞ്ചസാരയുടെ ആ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ട നന്നായിട്ട് വേവുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം എടുക്കും മുട്ട ഒന്ന് വെന്ത് പാകത്തിന് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഉന്നക്കായ ആക്കിയെടുക്കാൻ നോക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ആദ്യം പഴമായതുകൊണ്ട് കയ്യിൽ ഒട്ടുന്നതുകൊണ്ട് കുറച്ച് നെയ്യ് തേച്ചിട്ടുണ്ട് കയ്യിൽ. ഇനി ഇതുപോലെ ഒരു ലെമൺ സൈസ് ബോൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി അറ്റം ഒന്ന് ചുരുട്ടി നമ്മുടെ ഫില്ലിങ്സ് എണ്ണയിലിട്ട് കഴിയുമ്പോൾ പുറത്ത് വരരുത്. അതുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് അറ്റം ഒന്ന് ഒതുക്കി കൊടുക്കണം. എന്നിട്ട് കയ്യിൽ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. ഒന്ന് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഫില്ലിങ്സ് എണ്ണയിലിടുമ്പോൾ പുറത്ത് വരില്ല. അല്ലെങ്കിൽ വെച്ചാൽ ശരിക്കും ഈ സൈഡൊന്ന് ഒട്ടിച്ചില്ലെങ്കിൽ എന്താ വെച്ചാൽ എണ്ണയിലിടുമ്പോൾ ഇത് പുറത്തേക്ക് പോരും. എല്ലാം നമുക്കിനി ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ കയ്യിൽ വെച്ച് പരത്തി ഫില്ലിങ്സ് നിറച്ച് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം.
അപ്പോൾ ഫ്രൈ ചെയ്യാൻ പാകത്തിനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒക്കെ കുക്ക്ഡാണ്, അപ്പോൾ ഒന്ന് സൈഡ് ഒക്കെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് എണ്ണയിലിട്ട് വറുത്ത് കോരാം. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ കളറൊക്കെ മാറി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരാം. അപ്പോൾ നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം എന്നോട് പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്.